Hello guys, welcome back to another video. Guys, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറയുന്നത് നമ്മളൊരു കോണ്ടന്റ് ക്രിയേറ്ററിന് വേണ്ടിയാണ് ഈ ഒരു PC ബിൽഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബിൽഡിനെ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ഇന്റലിന്റെ Core i9 അല്ലെങ്കിൽ 13900K വിത്ത് 4070 Ti ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അറൗണ്ട് 2 ലക്ഷം രൂപയോളം വില വരുന്ന ഒരു PC ആയിരുന്നു. അപ്പോൾ അത് കാണാത്തവർ ഇതാ ഇവിടെ ലൈവ് ബട്ടണിൽ കയറി ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ ആ ഒരു ബിൽഡ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഗെയിമർ പെർസ്പെക്റ്റീവിലാണ് ആ ഒരു PC ഫുള്ളി ബിൽഡ് ചെയ്തത്. എന്നാൽ ഈ ഒരു ബിൽഡ് എന്ന് പറയുന്നത് ഒരു വീഡിയോ എഡിറ്ററും വിഷ്വൽ എഫക്ട്സ് ആർട്ടിസ്റ്റും ആണ്. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് നമ്മുടെ ഇന്നത്തെ ബിൽഡ് കേട്ടോ. ഈ ഒരു ബിൽഡിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നുണ്ടോ. ആ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്ന് എനിക്ക് മനസ്സിലായി. നമ്മുടെ വീഡിയോ ചാനൽ അനാലിറ്റിക്സ് വെച്ചിട്ട് പകുതി കൂടുതൽ ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പം നിങ്ങൾക്ക് ഇതേപോലത്തെ വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചെന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അതേപോലെ തന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. നമ്മുടെ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരാനാണ് അതൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഈ ഒരു ബിൽഡ് എന്താണെന്നും എങ്ങനെയാണെന്നും എന്തുകൊണ്ടാണ് ഈ പാർട്സുകൾ ചൂസ് ചെയ്തതെന്നൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുന്നതായിരിക്കും. സോ വിതൗട്ട് വേസ്റ്റിംഗ് മച്ച് ടൈം, ദിസ് ഇസ് പ്രശാന്ത് ബാബി ആൻഡ് യു ആർ വാച്ചിങ് GeekBoZ. ആദ്യം തന്നെ നമ്മുടെ പ്രൊസസ്സറായിട്ട് ഞാൻ ചൂസ് ചെയ്തത് റൈസൻ്റെ മോസ്റ്റ് പവർഫുൾ 7000 സീരീസിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള പ്രൊസസ്സറാണ് 7950X. ഈ 7950X കഴിഞ്ഞിട്ട് നമ്മുടെ 3D എഡിഷൻ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം 3Dയുടെ വീഡിയോ നമ്മൾ അധികം വൈകാതെ തന്നെ നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അറൗണ്ട് 10,000 റുപ്പീസിൻ്റെ ഗ്യാപ്പാണ് 7950Xും 50X 3Dയും തമ്മിലുള്ളത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ബിൽഡ് ഞാൻ i9 വെച്ച് ചെയ്യാത്തതിൻ്റെ റീസൺ ഇതൊരു എന്താ പറയുക വീഡിയോ വിഷ്വൽ എഫക്ട്സ് ആർട്ടിസ്റ്റിന് വേണ്ടിയുള്ള ബിൽഡാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എഡിറ്റിംഗ് ഒക്കെ പ്രിഫർ ചെയ്യുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് ആൻഡ് മോസ്റ്റ് സ്യൂട്ടഡ് ചോയ്സ് ആയിരിക്കും AMDയുടെ റൈസൻ സീരീസ്. അപ്പോൾ ഈ ഒരു പ്രൊസസ്സറിൽ 16 കോറും 32 ത്രെഡ്സും 64 MB ക്യാഷ് മെമ്മറിയും വരുന്ന ഏറ്റവും ബെസ്റ്റ് പീക്ക് ലെവലിലുള്ള പ്രൊസസ്സറാണ്. നിങ്ങൾക്ക് ഈ ഒരു ബിൽഡ് ഈ ഒരു പ്രൊസസ്സർ തന്നെ വെച്ച് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്നിരുന്നാലും നിങ്ങൾക്ക് ഇനിയൊരു ഫ്യൂച്ചറിൽ ഒരു 5 വർഷമെങ്കിലും ഇനി പ്രൊസസ്സർ അപ്ഗ്രേഡ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ 7950Xലോട്ട് തന്നെ പോകുക ഗൈസ്. ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് ആണ്. പിന്നെ റേറ്റും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് ചെക്ക് ചെയ്യാം കേട്ടോ ഗൈസ്. അടുത്തത് നമ്മുടെ മദർ ബോർഡ് ചോയ്സ് ആണ്. കഴിഞ്ഞ ബിൽഡും ഈ ഒരു ബിൽഡും തമ്മിലുള്ള ഏറ്റവും വലിയ സിമിലാരിറ്റി എന്താണെന്ന് അറിയാമോ? കഴിഞ്ഞ ബിൽഡിൽ ഞാൻ യൂസ് ചെയ്തത് ആസൂസിൻ്റെ Z790 Strix E ഗെയിമിംഗ് വൈഫൈ ആണെങ്കിൽ ഈ ഒരു ബിൽഡിൽ എടുത്തിരിക്കുന്നത് അസൂസിൻ്റെ തന്നെ X670 Strix E ഗെയിമിംഗ് ആണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും Strix തന്നെയാണ്, രണ്ടും Strix E ഗെയിമിംഗ് തന്നെയാണ് വൈഫൈ കേട്ടോ. രണ്ടും പീക്ക് ലെവലാണ്. ഇത് ഞാൻ പേഴ്സണലി റെക്കമെൻഡ് നിങ്ങൾക്ക് ചെയ്യുന്നില്ല. അതായത് എന്തുകൊണ്ടെന്ന് പറയാം, ബഡ്ജറ്റ് കൺസ്ട്രെയിൻഡ് ആയിട്ടുള്ള പല ആൾക്കാർ നമ്മുടെ ഈ ചാനലിൽ വീഡിയോ കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേറെയും ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. MSI-ലായിക്കോട്ടെ, SROC ആയിക്കോട്ടെ, അസൂസി തന്നെ വേറെയും മൾട്ടിപ്പിൾ ഓപ്ഷൻസ് വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാം. പിന്നെ അസൂസ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇതാണ് ഏറ്റവും ബെസ്റ്റ് റേഞ്ച് കേട്ടോ. ഗൈസ്, അടുത്ത റാം ചോയ്സ്. ഈ ഒരു ബിൽഡ് സത്യം പറഞ്ഞാൽ നമ്മളൊരു ബാറ്റ്മാൻ തീമിലാണ് ചെയ്യുന്നത്. അതായത് ഫുള്ളി ഡാർക്കിഫൈഡ്. ഈ മോഡലിൻ്റെ പേര് തന്നെ GBZ ഡാർക്കിഫൈഡ് എന്നാണ്. അപ്പോൾ ഈ ഒരു ബിൽഡിൽ അധികം ഓവർ എക്സാജറേറ്റ് ചെയ്യുന്ന പോലെ ലൈറ്റിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. വളരെ മിനിമലിസ്റ്റിക് ആയിട്ടും എന്താ പറയുക കൂളിങ്ങിന് പ്രാധാന്യം കൊടുത്തുമാണ് നമ്മുടെ ഈ ഒരു ബിൽഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന റാം കോർസറിൻ്റെ വെഞ്ചൻസ് 5600 MHz 32x2 64 GB കപ്പാസിറ്റിയാണ് ഇപ്പോൾ നിലവിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഫ്യൂച്ചറിൽ 128ലോട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ചോയ്സ് എടുത്തത്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ 6GB റാംസ് ഉപയോഗിക്കാമായിരുന്നു. പക്ഷേ ഇതിൽ പരമാവധി കോസ്റ്റ് കട്ട് ചെയ്യേണ്ട സ്ഥലങ്ങളിലൊക്കെ കോസ്റ്റ് കട്ട് ചെയ്ത് എന്നാൽ പെർഫോമൻസിൽ യാതൊരു എന്താ പറയുക കുറവും കുറയ്ക്കാതെ തന്നെ നമ്മൾ ഈ ഒരു ബിൽഡ് ചെയ്തതുകൊണ്ടാണ് കോർസറിൻ്റെ വെഞ്ചൻ സീരീസ് തന്നെ ഈ ഒരു ബിൽഡിൽ പ്രിഫർ ചെയ്യാൻ പറ്റിയത്. SSD ചോയ്സ് ആയിട്ട് നമ്മളിവിടെ 2 SSD സ്റ്റോറേജ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്പർ 1 ഈ സാംസങ്ങിൻ്റെ 980 Pro സീരീസിൽ 2 TB കപ്പാസിറ്റിയാണ് പ്രൈമറി ആയിട്ട് യൂസ് ചെയ്യുന്നത്. സെക്കൻഡറി ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് കിങ്സ്റ്റൻ്റെ KC3000 1 TB മൊത്തം 3 TB ആണ് ഈ ഒരു സ്റ്റോറേജ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അറിയാം, പല ആൾക്കാർക്കും ഉള്ളൊരു ഡൗട്ടാണ് നിങ്ങൾ ഹാർഡ് ഡിസ്ക് യൂസ് ചെയ്യുന്നില്ലേ എന്നുള്ളത്. കാലഘട്ടം മാറി. നമ്മളൊരു 10 വർഷം മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ ഹാർഡ് ഡിസ്ക് ആയിരിക്കും റെക്കമെൻഡ് ചെയ്യുക. പക്ഷേ ഇപ്പോൾ SSDസും എസ്പെഷ്യലി Gen 4 ആർക്കിടെക്ചറിലുള്ള SSDസിനൊക്കെ താരതമ്യേന വളരെയധികം എന്താ പറയുക പ്രൈസ് റെഡ്യൂസ് ആയിട്ടുണ്ട്. അത് നിങ്ങളെപ്പോലെ പുതിയ ആൾക്കാർ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്കത്
വലിയൊരു രീതിയിൽ തന്നെ പ്രൈസ് അഡ്വാൻറ്റേജും പെർഫോമൻസ് അഡ്വാൻറ്റേജും നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി വേറെ യാതൊരു കാരണവശാലും SSD അല്ലാതെ ഹാർഡ് ഡിസ്ക് എടുക്കാൻ നിൽക്കരുത്. ഇനി ഫ്യൂച്ചറിൽ അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിലും എഗെയിൻ ഒരു SSD വാങ്ങിച്ച് ഉപയോഗിക്കാവുന്നതാണ്. ഗൈസ്, അടുത്തതായിട്ട് നമ്മുടെ മെയിൻ ഈ ഒരു PC-യുടെ ഹാർഡ് കോർ ആയിട്ടുള്ളത് ഗ്രാഫിക്സ് കാർഡാണ്. കഴിഞ്ഞ ബിൽഡിലും ഈ ബിൽഡിലും ഉള്ള സെയിം കാർഡ് തന്നെയാണ് സൊഡാക്കിൻ്റെ RTX 4070 Ti 12GB OC എഡിഷൻ. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. അതാ നമ്മുടെ ഈ കാർഡ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എസ്തെറ്റിക്സിലി പെർഫോമൻസ് വൈസ് ആയാലും വാല്യൂ ഫോർ മണി കാർഡ്സ് ആണ് സൊഡാക്ക് ഇറക്കുന്നത്. 5 ഇയർ വാറണ്ടി എന്നാണ് ഈ ഒരു സൊഡാക്കിൻ്റെ ഏറ്റവും വലിയ ഒരു കോർ അഡ്വാൻറ്റേജ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതുവരെ കംപ്ലൈൻറ്റ് റേഷ്യൂസും വളരെ കുറവാണ്. റീപ്ലേസ്മെൻറ്റ് സർവീസ് കിട്ടുന്നതുകൊണ്ട് തന്നെ സൊഡാക്ക് ആയിരിക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യാം. ഗൈസ്, അടുത്തത് കൂളിംഗ് സൊല്യൂഷൻ ആണ്. 7950X പോലത്തെ ഒരു പീക്ക് ലെവലിലുള്ള ഒരു പ്രൊസസർ നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി അത്യാവശ്യം കൊള്ളാവുന്നൊരു കൂളിംഗ് സൊല്യൂഷൻ നിങ്ങൾക്ക് വേണ്ടി വരും. അതിൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് കോഴ്സിൻ്റെ H150i ലിക്വിഡ് കൂളറാണ്. ഇതിൽ ഇൻ ഡിസ്പ്ലേ ഒക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ബാറ്റ്മാൻ തീം നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റിയത്. പിന്നെ ബാറ്റ്മാൻ തീം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ചോദിക്കും, ചേട്ടാ ഇത് നിങ്ങൾ എന്താ പറയുക എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കൂളറല്ലേ ഉപയോഗിക്കുന്നത്? സത്യം പറഞ്ഞാൽ കൂളറിൽ മാത്രമേ ഉള്ളൂ കുറച്ചെങ്കിലും ലൈറ്റ് ഉള്ളത്. അപ്പോൾ അതിന് വേണ്ടി നമ്മളൊരു കൂളർ പ്രിഫർ ചെയ്തതല്ല. ഈ ഒരു കൂളറിൻ്റെ പെർഫോമൻസ് നമ്മൾ അളന്നിട്ട് ഇതിൻ്റെ ബെഞ്ച് മാർക്ക് ടെസ്റ്റിംഗ് നടത്തിയിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് അറൗണ്ട് ഒരു 70 ഡിഗ്രിയിൽ നമ്മളിപ്പോൾ ലോക്ക് ചെയ്തിട്ടുണ്ട്. 70-75 ഡിഗ്രിക്ക് അകത്താണ് പീക്ക് ലെവലിൽ റെൻഡർ ടൈമിൽ നിങ്ങൾക്ക് ടെമ്പറേച്ചർ വരുന്നത്. അതും അറൗണ്ട് 5 GHz ആണ് ഇതിൻ്റെ സ്പീഡ് നമ്മളിപ്പം ക്ലോക്ക് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ 7950X പോലത്തെ ഒരു സീരീസ് എടുക്കുമ്പോൾ ക്ലോക്ക് ലാറ്റൻസി നിങ്ങൾ നോക്കുക, ടെമ്പറേച്ചർ ഇവാലുവേറ്റ് ചെയ്യുക, എന്നിട്ട് ബെഞ്ച് മാർക്കിൻ്റെ അടിസ്ഥാനത്തിലും സ്റ്റെബിലിറ്റി ടെസ്റ്റ് നടത്തിയതിനു ശേഷം മാത്രം പ്രൊസസ്സറിൻ്റെ പെർഫോമൻസ് ലോക്ക് ചെയ്ത് ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇനി ലോക്ക് ചെയ്യേണ്ട, നിങ്ങൾ അൺലോക്ക് ചെയ്താണ് ഉപയോഗിക്കണമെങ്കിൽ ഈ ഒരു കൂളറൊന്നും ഇതിൽ റെക്കമെൻഡ് ചെയ്യുന്നില്ല. കസ്റ്റം വാട്ടർ കൂളിംഗ് സൊല്യൂഷനിലോട്ട് പോകേണ്ടി വരും. കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും, ബട്ട് സ്റ്റിൽ വർത്ത് ഓഫ് എ ടൈം. അടുത്തത് PSU ആണ്. പവർ സപ്ലൈ ഹാർട്ട് ഓഫ് ദ PC എന്നൊക്കെ പറയുന്നത് പോലെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്നതാണ് PSU. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് കുളമോഷിൻ്റെ 10050 വാട്ട്സ് ആണ്. PCI 5.0 HW പവർ സീരീസ് കേബിളും കൂടെ ഇതിനകത്ത് വരുന്നുണ്ട്. അതായത് നമ്മുടെ 16 ആംപിയർ കേബിൾ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ RTX കാർഡിൻ്റെ കൂടെ വരുന്നുണ്ട്. പക്ഷേ അത് മെൽറ്റ് ആകും എന്നുള്ളൊരു പേടി സത്യം പറഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടാകും. ഒരു വളരെയധികം കോൺട്രവേഴ്സി. ഗൈസ്, മെൽറ്റ് ആവില്ലെന്നാണ് പ്രതീക്ഷ പറയുന്നത്. പക്ഷേ നമുക്കത് പ്രതീക്ഷ മാത്രം പറഞ്ഞ കാര്യമില്ല. നമ്മൾ മെൽറ്റ് ചെയ്യുന്ന കണ്ടിട്ടില്ല, ബട്ട് സ്റ്റിൽ ഗൂഗിൾ റിപ്പോർട്ടഡ് ദാറ്റ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനകത്തുള്ള ഇൻ്റഗ്രേറ്റഡ് കേബിൾ നമ്മൾ അഡീഷണൽ വരുന്നുണ്ട്. അതാണ് ഈ ഒരു ബിൽഡിൽ നമ്മൾ ആഡ് ഓൺ ചെയ്യുന്നത് കേട്ടോ. ഗൈസ്, അപ്പം മീഡിയ റിപ്പോർട്ട് ഉണ്ടെന്നാണ് അവിടെ ആഷിക്ക് പറയുന്നത്. ആഷിക്കും പ്രതീക്ഷയായിട്ട് ഇപ്പം ഫൈറ്റ് കിടക്കും. നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞാൽ ഈ വേണമെങ്കിൽ ഫൈറ്റിലോട്ട് നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പം ഗൈസ് നമ്മുടെ നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോ ഒന്ന് ടോപ്പിക്ക് ഡൈവേർട്ട് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് നമ്മുടെ ഇതിൻ്റെ മോസ്റ്റ് എക്സ്പെൻസീവ് ആയിട്ടുള്ളത് ഇതിൻ്റെ ക്യാബിനറ്റ് ആണ്. ക്യാബിനറ്റ് ചോയ്സ് ആയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് NCHയുടെ H9 Flow ആണ്. H9 Flow ബ്ലാക്ക് എഡിഷൻ കേട്ടോ. ഈ ഒരു ക്യാബിനറ്റ് പ്രിഫർ ചെയ്യാനുള്ള റീസൺ നിങ്ങൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഈ ഒരു PC ബിൽഡിൻ്റെ ഫോട്ടോ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. കയറി നോക്കാം അല്ലേ. പിന്നെ ഫോട്ടോസ് കാണണമെന്നുള്ളവർക്കും ഇതേപോലത്തെ ബിൽഡുകൾ നമ്മളെ കണ്ട് ഫോളോ ചെയ്യാനും ഇഷ്ടമുള്ള ആൾക്കാർക്ക് നമ്മളെ പറ്റി ഇതിൻ്റെ ഡൗട്ട്സുകളൊക്കെ ക്ലാരിഫൈ ചെയ്യാൻ നമ്മളൊരു ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങിയിട്ടുണ്ട്. അറൗണ്ട് ഒരു 30-35,000 ഫോളോവേഴ്സ് അടുപ്പിച്ചുണ്ട്. നിങ്ങൾക്ക് ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. കയറി നോക്കുക, ചെക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കണം. Over the edge, feel like I'm floating through the air. The pain I felt is paid for, all is said and done. Oh, I am restricted, fixed upon the web. I need to kick the habit that my mind is breathing in. Break out, I've got to see. Spent all my life holding all of it closely. I played it innocent, a feel of discontent. I'm finally facing it all, fearless.
ഗൈസ് ഈ ഒരു ബിൽഡ് ഇത്രയാണ് നമ്മുടെ മെയിൻ കോമ്പണൻസ് ആയിട്ട് നമ്മൾ ചൂസ് ചെയ്തത്. പിന്നെ ഇതിനകത്ത് ഉപരിയായിട്ട് നമ്മൾ യൂസ് ചെയ്ത ഒരേ ഒരു കാര്യം മോണിറ്ററാണ്. മോണിറ്റർ ഇതുപോലെ എഡിറ്ററിനായതുകൊണ്ട് തന്നെ നമ്മൾ വളരെ കളർ കാലിബ്രേറ്റഡ് ആയിട്ടുള്ള 100% sRGB റേറ്റിംഗ് ഉള്ള ഒരു മോണിറ്റർ തന്നെ വേണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മൾ വർഷങ്ങളായിട്ട് ട്രസ്റ്റബിൾ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കോണ്ടന്റ് ക്രിയേറ്ററിന് പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് മോണിറ്റർ ബെൻക്യൂൻ്റെ TD സീരീസ് ആണ്, പ്രൊഫഷണൽ ഡിസൈനർ സീരീസ്. അതിൽ 2500Q എന്ന് പറയുന്ന ഒരു 2K റേഞ്ചിലുള്ള IPS പാനലാണ് നമ്മൾ ഈ ഒരു മോണിറ്ററിൻ്റെ കൂടെ PC-യുടെ കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ബിൽഡ് എന്ന് പറയുന്നത് അറൗണ്ട് 5 GHz നമ്മളിപ്പോൾ ക്ലോക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റെൻഡർ ടൈമിന് അത്യാവശ്യം നല്ല രീതിയിലുള്ള പെർഫോമൻസ് ഈ ഒരു PC-യിൽ നിന്ന് കിട്ടും. ഈ ഒരു PC-യും അറൗണ്ട് ഒരു 3 ലക്ഷം രൂപയോളം ഇൻ ടോട്ടൽ വാല്യുവേഷൻ വരുന്നുണ്ട്. കാരണം കീബോർഡ്, മൗസ്, പെരിഫറൽസ് അങ്ങനത്തെ കുറച്ച് എക്സ്പെൻസീവ് ഗിയേഴ്സും ഇതിൻ്റെ കൂടെ ആഡ് ഓൺ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ റേറ്റുകൾ അറിയാനും ഇതേപോലത്തെ ഒരു ബിൽഡ് നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ GeekBoZ ഫ്രണ്ട് ലൈൻ നമ്പർ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് മലയാളത്തിൽ നമ്മൾ കൂടുതൽ കാലമായിട്ട് PC ബിൽഡ്സ് മാത്രം അല്ലെങ്കിൽ ടെക് റിലേറ്റഡ് വീഡിയോസും മലയാളത്തിൽ നിങ്ങളിലോട്ട് എത്തിക്കാൻ നമുക്കൊരു പ്രചോദനമാവാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ ഫോളോ us on Instagram. അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ദിസ് പ്രശാന്ത് ആവി.